പാകിസ്ഥാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ താക്കീത്. ഈ പ്രസ്താവന രാജസ്ഥാനിലെ അനൂപ്ഗഡിലെ ഒരു ഔട്ട്പോസ്റ്റിൽ ഓപ്പറേഷൻ റെഡിനെസ് അവലോകനം ചെയ്യവെയാണ് ജനറൽ ദ്വിവേദി നടത്തിയത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ 1.0-ൽ സ്വീകരിച്ച സംയമനം ഭാവിയിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനറൽ ദ്വിവേദിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസം തുടരുകയാണെങ്കിൽ ലോക ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം പുനർവിചാരണ ചെയ്യേണ്ടി വരുമെന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ 1.0-ൽ നാം കാണിച്ച സംയമനം ഇനി ഉണ്ടാകില്ല. ഇത്തവണ നാം ഒരുപടി മുന്നോട്ട് വെക്കുകയും പാകിസ്ഥാനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും, അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഭീകര ക്യാമ്പുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്, സാധാരണ പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെയല്ല. എന്നാൽ രാജ്യം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നിടത്തോളം അതിനെ പിന്തുണയ്ക്കുന്നവരെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ MP സിംഗിന്റെ പ്രസ്താവനയും ഇവിടെ ശ്രദ്ധേയമാവുന്നുണ്ട്. ഡൽഹിയിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു AEW&C വിമാനവും 4-5 ഫൈറ്റർ ജെറ്റുകളും US നിർമ്മിത F-16 ഉൾപ്പെടെ വീഴ്ത്തിയതായി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ താക്കീതും ശ്രദ്ധേയമാണ്. ഗുജറാത്തിലെ സിർ ക്രീക്ക് അതിർത്തി തർക്കത്തെക്കുറിച്ച് സംസാരിക്കവേ പാകിസ്ഥാൻ ആക്രമണകാരിത്വം തുടരുകയാണെങ്കിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്തുവെന്നും അവരെ അലേർട്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മുന്നറിയിപ്പുകളൊക്കെ ഇന്ത്യയുടെ ഭീകരവാദത്തോടുള്ള ശക്തമായ നിലപാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആക്രമണാവകാശത്തെ അംഗീകരിച്ചതായും ജനറൽ ദ്വിവേദി ചൂണ്ടിക്കാട്ടി. മെയ് 10-ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ച ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന പാകിസ്ഥാന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ ഭാവിയിൽ അത്തരം വാഗ്ദാനങ്ങൾ മാത്രം പോരാ, യഥാർത്ഥ നടപടികൾ വേണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. Waytonikah.com, the exclusive Muslim matrimonial site.